തൃശൂർ വാണിയമ്പാറയിൽ ഭീതി വിതച്ച് കാട്ടാന. കൊമ്പട രാമൻചിറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷി നശിപ്പിച്ചു. ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ മേഖലയിൽ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ. അതെ, ഇന്നലെ അതായത് നമ്മുടെ വീടിൽ നിന്ന് ഒരു 2-3 മീറ്റർ ബാക്കിലാണ് സംഭവിച്ചിരിക്കുന്നത്. തെങ്ങ് തൈ ഒടിച്ചു തന്നിരിക്കുന്നു, വാഴകൾ നശിപ്പിച്ചിരിക്കുന്നു. മുൻപൊക്കെ പറമ്പിൻ്റെ അതിർത്തിയിലാണ് നിൽക്കുന്നത്. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ കിടന്നുറങ്ങാൻ ഭയമായിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്തെങ്കിലും കാണണം. ഫെൻസിങ് ഒക്കെ ഇടുന്നുണ്ടെന്നെങ്കിലും ഗവൺമെൻറ്റും മറ്റവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. പഞ്ചായത്ത് റോഡിൽ നിന്നാണ് കയറി വരുന്നത്. വീടെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ തൊട്ട് സൈഡിലാണ്, അല്ലാണ്ട് കാടിലേക്ക് ഉള്ളിലേക്ക് നീങ്ങിയിട്ടുമല്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. ശ്രീജിത്ത്, ഇത് പതിവായി കാട്ടാന എത്തുന്ന സ്ഥലമാണോ? തീർച്ചയായും ഉന്മേഷ്, പതിവായി കാട്ടാന കൊമ്പഴ മേഖലയിൽ ഇറങ്ങുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ നിരവധി തവണ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വ്യാപകമായ കൃഷിനാശമാണ് ആന വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കപ്പച്ചെടി പോലും നടാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വീടുകൾക്കടക്കം കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നാട്ടുകാരും പ്രദേശത്തെ കർഷകരും പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ മേഖലയിൽ കാട്ടാന ഇറങ്ങി വലിയ ഭീതി വിതച്ചത്. പുലർച്ചയോട് മാത്രമാണ് ഈ കാട്ടാന അവിടെ നിന്ന് ഈ പ്രദേശത്ത് നിന്ന് മടങ്ങിപ്പോയിട്ടുള്ളത്. എന്തായാലും വനം വകുപ്പ് അധികൃതരെ വിവരമറിയിക്കുമ്പോൾ ഫെൻസിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. വാണിയമ്പാറ മേഖലയിൽ ജനങ്ങൾ ഇതിനു മുൻപ് വലിയ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു ഫലം, ഒരു പരിഹാരം ആയിട്ടില്ല. എന്തായാലും അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാർ, കൊമ്പഴ മേഖലയിൽ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഉന്മേഷം. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.